നമസ്കാരം, ഞാൻ ഡോക്ടർ തസ്ലീന. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് IUD അല്ലെങ്കിൽ ഇൻട്രാ യൂട്ടറൈൻ ഡിവൈസസിനെ കുറിച്ചാണ്. ഗർഭനിരോധനത്തിനായി സ്ത്രീകൾക്ക് ഗർഭാശയത്തിനുള്ളിൽ നിക്ഷേപിക്കാവുന്ന T ആകൃതിയിലുള്ള ചെറിയ ഉപകരണമാണ് ഇൻട്രാ യൂട്ടറൈൻ ഡിവൈസസ്. ശസ്ത്രക്രിയ കൂടാതെ തന്നെ വളരെ ലളിതമായി ഗർഭാശയത്തിൽ നിക്ഷേപിക്കാൻ സാധിക്കുന്ന ഇവ അതുപോലെ തന്നെ എടുത്തുമാറ്റാനും സാധിക്കും. മിക്കവാറും എല്ലാ സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിലും ഇവ സൗജന്യമായി ലഭ്യമാണ്. ഇൻട്രാ യൂട്ടറൈൻ ഡിവൈസസ് അല്ലെങ്കിൽ IUDകൾ രണ്ട് തരമുണ്ട്. സാധാരണയായി ചെമ്പോ പ്ലാസ്റ്റിക്കോ വെള്ളിയോ കൊണ്ടാണ് ഇവ നിർമ്മിക്കുന്നത്. ലൂപ്പ് എന്നും അറിയപ്പെടുന്ന IUD ദീർഘകാലം ഉപയോഗിക്കാവുന്ന ഒന്നാണ്. കോപ്പർട്ടിയാണ് ഇതിന് ഉദാഹരണം. ഇതിലെ ചെമ്പ് ഗർഭാശയത്തിലെത്തുന്ന പുരുഷ ബീജങ്ങളെ നശിപ്പിക്കുന്നു. അതുവഴി അണ്ഡബീജ സങ്കലനം നടക്കാനും സിക്താണ്ഡമുണ്ടാകാനുമുള്ള സാധ്യത ഇല്ലാതാകുന്നു എന്നതാണ് ഇതിൻ്റെ പ്രവർത്തന രീതി. ഗർഭനിരോധന മാർഗങ്ങളിൽ ഒന്നായ ഇത് എടുത്തുമാറ്റിയാൽ ഗർഭം ധരിക്കാനുള്ള കഴിവ് തിരിച്ചു കിട്ടുന്ന ജനന നിയന്ത്രണത്തിൻ്റെ ഏറ്റവും ഫലവത്തായ ഒരു താൽക്കാലിക മാർഗമാണ്. അതിനാൽ ഉടനെ കുട്ടി വേണ്ട എന്നുള്ളവർക്കും പ്രസവങ്ങൾ തമ്മിൽ ഇടവേള ക്രമീകരിക്കാനും ഇത് ഏറ്റവും ഫലപ്രദമാണ്. രണ്ടാമത്തേത് ഹോർമോൺ പുറത്തുവിടുന്ന തരം IUD ആണ്. ഇത് രക്തസ്രാവം കുറയ്ക്കുന്നതിന് കൂടിയാണ്. അതിനാൽ അമിതമായ ആർത്തവ രക്തസ്രാവം അതുകൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് ഇത് ഗുണകരമാണ്. 5 വർഷം വരെ ഉപയോഗിക്കാം. ഇന്ത്യയിൽ സർക്കാർ ആശുപത്രികൾ വഴിയും ഏറ്റവും അടുത്തുള്ള ചെറിയ ആരോഗ്യ കേന്ദ്രങ്ങൾ മുഖേനയും സൗജന്യമായി ഇത്തരം സേവനങ്ങൾ സ്ത്രീകൾക്ക് ലഭ്യമാണ്. കുടുംബക്ഷേമത്തിൻ്റെ ഭാഗമായി ആരോഗ്യ വിദഗ്ധർ ഇതിൻ്റെ ഉപയോഗം പ്രോത്സാഹിപ്പിച്ചു വരുന്നു. കേരളത്തിൽ പബ്ലിക് ഹെൽത്ത് നഴ്സുമാർ ഇത്തരം സേവനങ്ങൾ നൽകുന്നതിൽ വിദഗ്ധരാണ്. പ്ലാസ്റ്റിക് IUDക്ക് ഉപയോഗത്തിൻ്റെ ആദ്യ വർഷത്തിൽ 0.2% പരാജയത്തിൻ്റെ നിരക്കുകൾ കണ്ടപ്പോൾ ചെമ്പ് IUDകളിൽ പരാജയ സാധ്യത ഏകദേശം 0.8%. ജനന നിയന്ത്രണത്തിലുള്ള കൃത്രിമ ഗർഭനിരോധന മാർഗങ്ങളിൽ ഉപയോക്താക്കൾക്ക് ഇത് മികച്ച സംതൃപ്തി നൽകുന്നു. 2007 കണക്ക് പ്രകാരം ലോകത്താകമാനം 18 കോടി ഉപഭോക്താക്കൾ IUD ഉപയോഗിക്കുന്നു. മറ്റ് സുരക്ഷാ മാർഗങ്ങൾ ഒന്നും സ്വീകരിക്കാതെയുള്ള സംയോഗത്തിന് ശേഷം 5 ദിവസത്തിനുള്ളിൽ കോപ്പർട്ടി ഇടുന്നതും ഗർഭധാരണം തടയുന്നു. പ്രസവിച്ചിട്ടില്ലാത്ത യുവതികളിൽ ഇവ ഫലപ്രദവും സുരക്ഷിതവുമാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. IUD മുലയൂട്ടുന്നതിനെ ബാധിക്കുന്നില്ല. പ്രസവം നടക്കുന്നതിന് ശേഷം ഉടൻ തന്നെ ഇവ ധരിക്കുവാൻ സാധിക്കും. എന്നാൽ സിസേറിയന് ശേഷം 4 മുതൽ 6 ആഴ്ച വരെ കഴിഞ്ഞേ ഇവ ധരിക്കാവൂ. ഗർഭചിത്രത്തിന് അതായത് പ്രസവം അലസിപ്പിക്കലിന് ശേഷം ഉടൻ തന്നെ ഇവ ധരിക്കുവാൻ സാധിക്കും. ഒരു ദീർഘകാല ഉപയോഗം നടത്തി IUD മാറ്റിയാൽ ഗർഭധാരണത്തിനുള്ള കഴിവ് സ്വാഭാവികമായും തിരിച്ചു വരുന്നു എന്നതാണ് ഇതിൻ്റെ മേന്മ. 5 മുതൽ 7 വർഷം വരെ തുടർച്ചയായി IUD ഉപയോഗിക്കാവുന്നതാണ്. ഇവയ്ക്ക് ഗുരുതരമായ പാർശ്വഫലങ്ങൾ ഒന്നും തന്നെയില്ല. ലൈംഗിക ജീവിതത്തെയും കോപ്പർട്ടി ബാധിക്കില്ല. ആധുനിക IUDകൾ ശരിയായ രീതിയിൽ ഗർഭപാത്രത്തിൽ നിക്ഷേപിച്ചാൽ അണുബാധയൊന്നും ഉണ്ടാകാറില്ല. എന്നാൽ ഇതൊരു അന്യവസ്തു ആയതിനാൽ ചിലപ്പോൾ ഗർഭപാത്രം അതിനെ പുറന്തള്ളാൻ ശ്രമിച്ചേക്കാം. അതിനാൽ ഇത് ഇട്ടതിന് ശേഷം ആദ്യത്തെ മാസവും പിന്നീട് വർഷത്തിലൊരിക്കലും ഡോക്ടറെ കണ്ട് പരിശോധന നടത്തേണ്ടതാണ്. ഇത് കോപ്പർട്ടിയുടെ സ്ഥാനം കൃത്യമാണോ എന്ന് ഉറപ്പുവരുത്താനും ബുദ്ധിമുട്ടുകളൊന്നുമില്ല എന്ന് തീർച്ചപ്പെടുത്താനും സഹായകമാണ്. കുറച്ചു മാസങ്ങൾക്കുള്ളിൽ തന്നെ ശരീരം ഇതുമായി പൂർണ്ണമായും പൊരുത്തപ്പെടാറാണ് പതിവ്. ഹോർമോൺ അടങ്ങിയ ഗർഭാശയ വലയം ആർത്തവം തടയുന്നതിനോ ആർത്തവ രക്തസ്രാവം കുറയ്ക്കുന്നതിനോ കാരണമായേക്കാം. ഇവ ഉപയോഗിക്കുന്നവർക്ക് മെൻസ്ട്രുവൽ കപ്പ് കൂടി ഉപയോഗിക്കാൻ ചെറിയ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടേക്കാം.